ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷനാണ്. അതായത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. കൺസൈൻമെൻറ്റിന് മീനിങ്, അതേപോലെ കൺസൈനർ ആരാണ്, കൺസൈനി ആരാണ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആ വീഡിയോ ആദ്യം കണ്ട ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനുശേഷം അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇൻ കൺസൈൻമെൻറ്റ് ആണ്, ജേർണൽ എൻട്രീസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. കൺസൈൻമെൻറ്റിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, കൺസൈൻമെൻറ്റിൽ രണ്ട് വ്യക്തികളാണുള്ളത്, കൺസൈനറും കൺസൈനിയും. കൺസൈനർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാനുഫാക്ചർ ആവാം, ട്രേഡർ ആവാം. അവരവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏജൻറ്റുമാരെ ഏൽപ്പിക്കും. ഈ ഏജൻറ്റുമാരെയാണ് നമ്മൾ കൺസൈനി എന്ന് പറയുന്നത്. അപ്പോൾ കൺസൈനർ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് കൺസൈനിക്ക് സെൻഡ് ചെയ്യും. കൺസൈൻ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ വിൽക്കും. വിറ്റ് കിട്ടുന്ന എമൗണ്ട് കൺസൈനറെ തന്നെ ആരെ ഏൽപ്പിക്കും, കൺസൈനി ഏൽപ്പിക്കും. കൺസൈനി ഇങ്ങനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും, ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കൺസൈൻമെൻറ്റിൻ്റെ മീനിങ് പറഞ്ഞത്. സെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സാധാരണ സാധനങ്ങൾ വിൽക്കുന്നത് തന്നെയാണ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നു. അപ്പോൾ അവിടെ മെയിനായിട്ട് രണ്ട് പാർട്ടീസാണ്, ഒന്ന് ബയറും ഒന്ന് സെല്ലറും. സാധനങ്ങൾ വിൽക്കുന്ന ആളെ സെല്ലർ എന്നും സാധനം വാങ്ങുന്ന ആളെ ബയർ എന്നും പറയും. അപ്പോൾ രണ്ടാൾക്കാരാണുള്ളത്. നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുന്നതാണ് സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാം. ആദ്യം കൺസൈൻമെൻറ്റ്, സെയിൽ. ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പാളും ഏജൻറ്റുമുള്ള അതേ റിലേഷനാണ്. കൺസൈനർ എന്ന് പറയുന്നത് പ്രിൻസിപ്പാളിൻ്റെ സ്ഥാനത്തും കൺസൈനി എന്ന് പറയുന്നത് ഒരു ഏജൻറ്റിൻ്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ കൺസൈനർ ആൻഡ് കൺസൈനി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഏജൻസി കോൺട്രാക്റ്റിലെ പോലെ പ്രിൻസിപ്പാളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷനുമായിട്ട് സെയിം ആണ്. ദെൻ സെയിൽ എടുത്തു കഴിഞ്ഞാൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സെല്ലറും ബയറും ആണ്. സെല്ലറിന് സാധനം വിൽക്കുന്ന ആളും ബയർ എന്ന് വെച്ചാൽ സാധനം വാങ്ങുന്ന ആളും. അപ്പോൾ സെയിലിൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സെല്ലറും ബയറിൻ്റെ റിലേഷനാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഓൺലി ദ പൊസഷൻ ആൻഡ് നോട്ട് ദ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ കൺസൈനി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ ഈ കൺസൈൻമെൻറ്റിൽ കൺസൈനർ സാധനങ്ങൾ കൺസൈനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ പൊസഷൻ, അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമേ കൺസൈനിക്ക് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ്, കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. ഓണർഷിപ്പ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓൺലി ദ പൊസഷൻ ആൻഡ് നോട്ട് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി കൺസൈനി. ഓൺലി ദ പൊസഷൻ ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് പൊസഷൻ മാത്രമേ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അത് ഉപയോഗിക്കാനുള്ള ആ ഒരു അവകാശം അല്ലെങ്കിൽ റൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയായിരിക്കും, കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. കൺസൈനർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദെൻ ഓക്കെ, ബോത്ത് ദ പൊസഷൻ ആൻഡ് ഓണർഷിപ്പ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. അതായത് സെയിലിൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക്, അതായത് വാങ്ങുന്ന ആൾക്ക് കിട്ടും. അതിൻ്റെ പൊസഷൻ, അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് മാർക്ക് തന്നെയായിട്ട് ബയർക്ക് തന്നെ കിട്ടും. അതായത് സാധനം വാങ്ങുന്ന ആളാണ് ബയർ. അപ്പോൾ സെയിൽ നടക്കുന്ന കേസിൽ പൊസഷനും ഓണർഷിപ്പ് മാർക്ക് തന്നെ കിട്ടും, ബയർക്ക് കിട്ടും. പക്ഷേ കൺസൈൻമെൻറ്റിൽ കൺസൈനിക്ക് പൊസഷൻ മാത്രമേ കിട്ടൂ, ഓണർഷിപ്പ് കിട്ടില്ല. ഓക്കെ, മൂന്നാമത്തത് ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഈസ് മസ്റ്റ്. സെയിലിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. അതായത് കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗുഡ്സ് ഫിസിക്കലി സെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് സാധനങ്ങൾ കൃത്യമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ സെയിലിൻ്റെ കേസിൽ പറഞ്ഞത് ഫിസിക്കൽ ഹാൻഡ് ഓവർ നിർബന്ധമില്ല. അതായത് സാധനങ്ങൾ ഫിസിക്കലി തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിലിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ ഒരു ഗോഡൗൺ ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആ ഗോഡൗൺ തന്നെ നമുക്ക് എടുത്ത് വിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കീ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, കൈമാറുന്നത്. അപ്പോൾ അത് ഫിസിക്കൽ ട്രാൻസ്ഫർ അല്ല. നമ്മൾ ആ സാധനം തന്നെ കൈമാറുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിലിൻ്റെ കേസിൽ ഫിസിക്കൽ ട്രാൻസ്ഫർ നിർബന്ധമില്ല. നമ്മളിപ്പോൾ ചിലപ്പോൾ കീ കൈമാറിയാലും അത് സെയിലിന് തുല്യമാണ്. പക്ഷേ നമ്മൾ കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞ സാധനം നമ്മൾ സെൻഡ് ചെയ്യുന്ന വെച്ചാൽ ആ സാധനം തന്നെ, ആ ഗുഡ്സ് തന്നെ എന്ത് ചെയ്യണം,
സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ഫിസിക്കൽ ട്രാൻസ്ഫർ മസ്റ്റ് ആണ്. ആ സാധനം തന്നെ എന്ത് ചെയ്യണം, കൺസൈനിക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഈ നാലാമത്തെ ഓക്കെ, റിസ്ക് ഈസ് നോട്ട് ട്രാൻസ്ഫർഡ് ടു ദി കൺസൈനി. നല്ല മീനിങ് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, കൺസൈനറുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ആരുടെ കയ്യിൽ തന്നെയാണ്, കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. റിസ്ക് ഈസ് നോട്ട് ട്രാൻസ്ഫർഡ് ടു ദി കൺസൈനി. റിസ്ക് ഒരിക്കലും കൺസൈനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. കാരണം ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദി കൺസൈനർ. ഓണർഷിപ്പ് കൺസൈനർക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് മാർക്കാണ് കൺസൈനർക്കാണ്, പ്രോഫിറ്റ് മാർക്ക് തന്നെയാണ് കൺസൈനർക്ക് തന്നെയാണ്. നോക്കിയേ നാലാമത്തെ, റിസ്ക് ഈസ് ട്രാൻസ്ഫർ ടു ദി ബയർ. ഇവിടെ ഓണർഷിപ്പ് ആരിലേക്ക് മാറുന്നുണ്ട്, ബയറിലേക്ക് മാറുന്നുണ്ട്. സെല്ലർ ഒരു സാധനം ബയറുടെ കയ്യിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബയറിൻ്റെതാണ് ആ ഗുഡ്സ്, അല്ലെങ്കിൽ ബയറിന്റെ ഓണർഷിപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഓണർഷിപ്പ് മാറുന്നത് കൊണ്ട് തന്നെ റിസ്ക്കും ഓട്ടോമാറ്റിക്കലി ആരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Then next okay, goods sent to the consignee can be called back. അതായത് ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കൺസൈൻമെന്റിന്റെ കേസിൽ കൺസൈനിക്ക് ഒരു ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ പറ്റും. കൺസൈൻമെന്റിന്റെ കേസിൽ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കൺസൈനർക്ക് എന്ത് ചെയ്യാം, ആ അയച്ച ഗുഡ്സ് തിരിച്ചു വാങ്ങാൻ പറ്റും. പക്ഷേ സെയിലിന്റെ കേസിൽ നോക്കിയേ, ഗുഡ്സ് വൺ സോൾഡ് cannot be called back from the buyer. ഒരിക്കൽ വിറ്റ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, സാധനങ്ങൾ ഗുഡ്സ് ബയർക്ക് വിൽക്കുന്ന സമയത്ത് ബയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെയിലിന്റെ കേസിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. കൺസൈൻമെന്റിന്റെ കേസിൽ എന്താണ്, സാധനം വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈനിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കാരണം ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ്, കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ കൺസൈനർക്ക് എപ്പോൾ വേണമെങ്കിലും കൺസൈനറുടെ കയ്യിൽ ആ സാധനം തിരിച്ചു വാങ്ങാൻ ഏതിൽ പറ്റും, കൺസൈൻമെന്റിൽ പറ്റും. പക്ഷേ സെയിലിന്റെ കേസിൽ സെല്ലർക്ക് ഒരിക്കലും ബയറിന് വിറ്റ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ കൺസൈനി പ്രിപ്പയർസ് അക്കൗണ്ട് സെയിൽസ് ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ. നമ്മൾ പറഞ്ഞു കൺസൈനിക്ക് സാധനം എന്താണ്, ഗുഡ്സ് റിസീവ് ചെയ്തു, കൺസൈനിയാണ് ഇത് സെയിൽ ചെയ്യേണ്ടത്. കൺസൈനി ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ അക്കൗണ്ട് സെയിൽസിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഉണ്ടാവും, ഈ സെയിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കൺസൈനിയുടെ എക്സ്പെൻസ് ഉണ്ടാവും, കൺസൈനിയുടെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം, കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. കൺസൈൻമെന്റിൽ അക്കൗണ്ട് സെയിൽസ്, അതായത് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യണം, കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ സെയിൽസിന്റെ കേസിലോ നോ സച്ച് അക്കൗണ്ട് സെയിൽ ഈസ് റെക്കോർഡ്. സെയിൽസിന്റെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ച് ബയർ എന്ത് ചെയ്യേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം സെല്ലർ സാധനം വിൽക്കുന്നു, ബയർ സാധനം വാങ്ങുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് സെയിൽസോ മറ്റ് അക്കൗണ്ട്സോ ഒന്നും ആര് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല, ബയർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കൺസൈൻമെന്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൺസൈൻമെന്റിൽ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളും ഏജന്റും തമ്മിലുള്ള അത് റിലേഷൻ ആണ്. ദെൻ സെയിലിന്റെ കേസിൽ ഒരു സെല്ലറും ബയറിന്റെ റിലേഷൻ ആണ് അതിൽ വരുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞത്, കൺസൈൻമെന്റിൽ പൊസിഷൻ മാത്രമേ കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, കൺസൈനിക്ക് പൊസിഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഓണർഷിപ്പ് കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പക്ഷേ സെയിലിന്റെ കേസിൽ പൊസിഷനും ഓണർഷിപ്പും ആരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ കൺസൈൻമെന്റിൽ ഫിസിക്കൽ ട്രാൻസ്ഫർ എന്താണ്, ഗുഡ്സ് ഫിസിക്കലി തന്നെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ സെയിലിന്റെ കേസിൽ അത് നിർബന്ധമില്ല, എന്താണ്, ഫിസിക്കൽ ഹാൻഡ് ഓവർ നിർബന്ധമില്ല. ദെൻ നാലാമത്തെ കേസ്, കൺസൈൻമെന്റിൽ നമ്മൾ പറഞ്ഞു ഓണർഷിപ്പ് കൺസൈനർക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക്കും കൺസൈനർക്കാണ്, റിസ്ക് ഒരിക്കലും കൺസൈനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷെ സെയിലിന്റെ കേസിൽ ഓണർഷിപ്പും പൊസിഷനും ആരിലോട്ട് മാറുന്നുണ്ട്, ബയറിലോട്ട് മാറുന്നത് കൊണ്ട് തന്നെ റിസ്ക്കും ആരിലോട്ട് മാറും, ബയറിലേക്ക് മാറും. ദെൻ നെക്സ്റ്റ് കൺസൈൻമെന്റിൽ പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ദി കൺസൈനി, അതായത് ഗുഡ്സ് കൺസൈനിക്ക് അയക്കുന്നത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വാങ്ങാൻ പറ്റും. പക്ഷേ സെയിലിന്റെ കേസിൽ ഒരിക്കൽ വിറ്റ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. ദെൻ ലാസ്റ്റ് വൺ, കൺസൈൻമെന്റിൽ കൺസൈനി എന്ത് പ്രിപ്പയർ ചെയ്യണം, അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം, കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ സെയിൽസിന്റെ കേസിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, ബയർക്ക് ഇല്ല. അപ്പോൾ ഇതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ്, അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യുവാണ്, കമ്മീഷൻ. നമ്മൾ പറഞ്ഞു ഈ കൺസൈൻമെന്റിൽ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യും, കൺസൈനി ഇത് സെയിൽ ചെയ്യും. കൺസൈനി ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിന് കൺസൈനിക്ക് കമ്മീഷൻ കിട്ടും.
ഈ കമ്മീഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 തരത്തിലാണ് ഈ കമ്മീഷൻ ഉള്ളത്. ഒന്ന് ഓർഡിനറി കമ്മീഷൻ, ദെൻ സെക്കൻഡ് വൺ ഡെൽക്രെഡെയർ കമ്മീഷൻ, മൂന്നാമത്തത് ഓവർ റൈഡിങ് കമ്മീഷൻ. ഇതിൽ കൂടുതലും നമുക്ക് വരുന്ന 2 കേസ് ഒന്ന് ഓർഡിനറി കമ്മീഷനും ഡെൽക്രെഡെയർ കമ്മീഷനുമാണ്. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ നോർമൽ കമ്മീഷൻ തന്നെയാണ്. സാധാരണ ഗ്രോസ് സെയിലിൻ്റെ മുകളിൽ, ഗ്രോസ് സെയിൽ പ്രൊസീഡ്സിൻ്റെ മുകളിൽ നോർമലി ഉള്ള കമ്മീഷനാണ് ഓർഡിനറി കമ്മീഷൻ. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഓർഡിനറി കമ്മീഷനാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ചൊന്നുള്ള എത്ര പെർസെൻറ്റേജ് ആണ് അത് സെയിൽസിൻ്റെ മുകളിൽ, എത്രയാണ് കൺസൈനി സെയിൽ നടത്തുന്നത് ആ സെയിലിൻ്റെ മുകളിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കമ്മീഷനാണ്. ദെൻ സെക്കൻഡ് വൺ ഡെൽക്രെഡെയർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചില കേസിൽ കൺസൈനി ചിലപ്പോൾ ബാഡ് ഡെപ്റ്റ് ബിയർ ചെയ്യാറുണ്ട്. അങ്ങനെ ബാഡ് ഡെപ്റ്റ് ബിയർ ചെയ്യുന്നതിന്, ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് ബിയർ ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു കമ്മീഷനാണ് ഡെൽക്രെഡെയർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ചില കേസിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നതിന് ഈ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽക്രെഡെയർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് ഡെൽക്രെഡെയർ. അത് നമുക്ക് പെർസെൻറ്റേജ് തരും, നമ്മൾ ഡയറക്റ്റ് കണ്ടാൽ മതി. ഓക്കെ. ദെൻ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത് പൊതുവേ പുതിയൊരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒരു കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓർഡിനറി കമ്മീഷനും ഡെൽക്രെഡെയർ കമ്മീഷനുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മെയിനായിട്ട് 3 തരത്തിലുള്ള കമ്മീഷനാണുള്ളത്: ഓർഡിനറി കമ്മീഷൻ, ഡെൽക്രെഡെയർ കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയറിലോട്ട് പോവാം. കൺസൈൻമെൻറ്റിൽ മെയിനായിട്ട് 2 പാർട്ടീസാണ് ഇൻവോൾവ് ആവുന്നത്, ഒന്ന് കൺസൈനറും ഒന്ന് കൺസൈനിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് കൺസൈനറുടെ ബുക്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കൺസൈനിയുടെ ബുക്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കൺസൈനറുടെ ബുക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, കൺസൈനിയുടെ ബുക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൺസൈനറുടെ ആണ്. കൺസൈനർ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവാണ് കൺസൈനറുടെ മുന്നിലുള്ളത്. അതിലേറ്റവും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് നടന്നതുകൊണ്ട് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റിലൂടെ കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ഇനി എത്ര രൂപ കിട്ടാനില്ല, കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഡ്യൂ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ കൺസൈനറുടെ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസൈനറുടെ മുന്നിൽ 2 ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്ന് കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഡ്യൂ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റീവും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് കൺസൈനറുടെ ബുക്കിൽ നമ്മൾ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈനറുടെ ബുക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിൽ 2 അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട്, അതായത് കൺസൈൻമെന്റിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ നടന്നതുകൊണ്ട് നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാനുള്ള അക്കൗണ്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏത് അക്കൗണ്ട് ആയിരിക്കും? കൺസൈനറുടെ ബുക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈനിയുടെ കയ്യിൽ നിന്ന് ബാലൻസ് അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വരക്കുന്ന അക്കൗണ്ട് കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ കൺസൈനറുടെ ബുക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 2 അക്കൗണ്ട്, ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടും ഒന്ന് കൺസൈനിയുടെ അക്കൗണ്ടും ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാനാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കുന്നത്. കൺസൈനീസ് അക്കൗണ്ട് വരക്കുന്നതാണ് ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഡ്യൂ ഫ്രം ദി കൺസൈനി. കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനാണ് കൺസൈനിയുടെ അക്കൗണ്ട് കൺസൈനറുടെ ബുക്കിൽ വരക്കുന്നത്. അപ്പോൾ കൺസൈനറുടെ ബുക്കിൽ 2 അക്കൗണ്ടാണ് വരക്കുന്നത്. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനിയുടെ അക്കൗണ്ടും. കൺസൈൻമെന്റ് അക്കൗണ്ട് കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനും, കൺസൈനിയുടെ അക്കൗണ്ടിൽ കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുമാണ് കൺസൈനിയുടെ അക്കൗണ്ട് വരക്കുന്നത്. ഇതേപോലെ കൺസൈനിയുടെ ബുക്കിൽ നമുക്ക് അക്കൗണ്ട് വരക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ജേർണൽ എൻട്രീസിലോട്ട് പോവുകയാണ്. അപ്പോൾ ജേർണൽ എൻട്രി നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാണ്. അതായത് ഈ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ ഇത് സെൻഡ് ചെയ്യാം.
അപ്പോൾ അതിൽ പറയുന്ന 2 മെത്തേഡിലാണ് ഈ പ്രൈസിങ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡും രണ്ടാമത്തത് ഇൻവോയിസ് പ്രൈസ് മെത്തേഡും ആണ്. ഓക്കെ, അതായത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലാണ് സെൻഡ് ചെയ്യുക. ഒന്നാമത്തത് ചിലപ്പോൾ ആ ഗുഡ്സ് കോസ്റ്റ് പ്രൈസിൽ സെൻഡ് ചെയ്യും, രണ്ടാമത്തെ ഇൻവോയിസ് പ്രൈസിൽ സെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ കോസ്റ്റ് പ്രൈസിൽ സെൻഡ് ചെയ്യും മീൻസ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിൻ്റെ ആ ഒരു എമൗണ്ടിൽ തന്നെ അത് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഗുഡ്സിന് ഇപ്പോൾ ഒരു 25,000 രൂപയാണ് അല്ലെങ്കിൽ ആ 25,000 രൂപക്ക് തന്നെയാണ് കൺസൈനിക്ക് അയക്കുന്നതെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റിൻ്റെ മേൽ അല്ലെങ്കിൽ ആ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എത്രയാണോ അതേ എമൗണ്ടിനാണ് കൺസൈനിക്ക് അയക്കുന്നതെങ്കിൽ അതാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇൻവോയിസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ കോസ്റ്റിൻ്റെ കൂടെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവോയിസ് പ്രൈസ് അയക്കുക. അപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇൻവോയിസ് പ്രൈസിൽ അയക്കുന്നതാണ്. ഇൻവോയിസ് പ്രൈസിൽ അയക്കുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റിൻ്റെ കൂടെ കൺസൈനറുടെ ഒരു പ്രോഫിറ്റ് കൂടി എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അയക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവോയിസ് പ്രൈസിൽ അയക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 2 രീതിയിലാണ് ഇത് സെൻഡ് ചെയ്യുക. ഒന്ന് കോസ്റ്റ് പ്രൈസിലും അതേപോലെ രണ്ടാമത്തത് ഇൻവോയിസ് പ്രൈസിലുമാണ്. കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ ആ ഒരു ഗുഡ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റിൻ്റെ മുകളിലാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എത്രയാണോ അതേ എമൗണ്ടിനാണ് അയക്കുക. ഇനി ഇൻവോയിസ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്ത ശേഷമാണ് ഇൻവോയിസ് പ്രൈസിൽ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് കോസ്റ്റ് പ്രൈസിൽ സെൻഡ് ചെയ്യുന്നതാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം മറ്റു പ്രോഫിറ്റും കാര്യങ്ങളൊന്നുമില്ല, യഥാർത്ഥത്തിലുള്ള കോസ്റ്റിൻ്റെ മുകളിലാണ് ഈ ഗുഡ്സ് കൺസൈനിക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റ് പ്രൈസിലാണ്. കോസ്റ്റ് പ്രൈസിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രിയിൽ വലിയ വ്യത്യാസമില്ല, പക്ഷെ ഇൻവോയ്സ് വരുന്ന സമയത്ത് കുറച്ച് അധികം ജേണൽ എൻട്രി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിലെ ജേണൽ എൻട്രി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ. ഇവിടെ നമ്മൾ ജേണൽ എൻട്രി കാണാതെ പഠിക്കാൻ തന്നെ വേണം, അല്ലാതെ നമുക്ക് എന്താണ് ഊഹിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ജേണൽ എൻട്രി അല്ല ഇത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോർ സെൻഡിങ് ഗുഡ്സ് ടു ദി കൺസൈനി, അതായത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ആണ്. ഞാൻ നോക്കിയേ, കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പോൾ 2 അക്കൗണ്ടിലാണ് അത് വരും. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് വരും. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ബൈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് വരിക. രണ്ടാമത് നോക്കി, ഫോർ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദി കൺസൈനർ. കൺസൈനറുടെ എക്സ്പെൻസ് ആണ്, ശ്രദ്ധിക്കുക, കൺസൈനിയുടെയും എക്സ്പെൻസ് വരുന്നത്. കൺസൈനറുടെ എക്സ്പെൻസ്, കൺസൈനർക്ക് എക്സ്പെൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് നമുക്ക് എന്താണ് ഊഹിച്ച് എഴുതാം. എന്താണ് കൺസൈനർക്ക് എക്സ്പെൻസ് ഉണ്ടാകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്. ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി വരുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, അതായത് എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനർ. ഇനി മൂന്നാമത്തെ നോക്കാം, ഫോർ റിസീവിങ് അഡ്വാൻസ് ഫ്രം ദി കൺസൈനിക്ക്. അതായത് ഈ ഗുഡ്സ് കൺസൈനിക്ക് അയക്കുന്ന സമയത്ത് കൺസൈനി എന്തെങ്കിലും അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ, കൺസൈനർക്ക് അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ആണ്. അപ്പോൾ ആലോചിച്ചാൽ മതി, കൺസൈനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കൺസൈനറുടെ ബുക്കിലാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. അപ്പോൾ കൺസൈനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് റിസീവ് ചെയ്ത ക്യാഷിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതാണ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. നാലാമത്തത് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനി. എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനി. ഈ എക്സ്പെൻസിന്റെ ജേണൽ എൻട്രിയും അതേപോലെ കമ്മീഷന്റെ ജേണൽ എൻട്രിയും
സെയിം എൻട്രിയാണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഇത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. കൺസൈനിയുടെ കമ്മീഷന്റെയും ജേർണലിന്റെ സെയിം ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഇവിടെ കൺസൈനിയുടെ പേരായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കൺസൈനിയുടെ കേസിൽ കൺസൈനിയുടെ പേര് എഴുതണം. കൺസൈനിയുടെ കേസിൽ കൺസൈനിയുടെ പേര് നമ്മൾ എഴുതണം. ദെൻ ഫോർ സെയിൽസ് ബീങ് മെയ്ഡ് ബൈ ദി കൺസൈനി. കൺസൈനി എന്ത് ചെയ്തു? ഗുഡ്സ് റിസീവ് ചെയ്തത് എല്ലാം സെയിൽ ചെയ്തെങ്കിൽ അതിന്റെ എൻട്രി വരിക കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ്. കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് വരിക? സെയിൽസ് മാത്രം ക്രെഡിറ്റ് സൈഡിലാണ് വരിക. കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കൺസൈനീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വരിക. നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. Then for the commission of the consignment, നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്മീഷന്റെ ജേർണൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട് ആണ്. Then for receiving balance due from the consignee, അതായത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ബാലൻസ് റിസീവ് ചെയ്യുന്ന ബാലൻസ് എത്രയാണോ കിട്ടാനുള്ളത് ആ എമൗണ്ട്. ഇത് ആലോചിക്കുക, ബാലൻസ് ആയിട്ട് കിട്ടുന്നത് ക്യാഷ് ആയിട്ടാണോ ബാങ്കിലെ ആണോ കിട്ടുന്നതെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ എന്താണ് ത്രൂ ബാങ്ക് ആണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്, നമ്മുടെ കയ്യിലേക്ക് എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. അതായത് എന്താണ് നമ്മൾ നേരത്തെ അഡ്വാൻസ് റിസീവ് ചെയ്തപ്പോൾ സെയിം എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. ദെൻ ഇത് നമുക്ക് ഈ ഏഴാമത്തെ ജേർണൽ എൻട്രി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ട് വരക്കണം? കൺസൈനീസ് അക്കൗണ്ട് വരക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഫോർ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ്. കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് അക്കൗണ്ട് വരക്കണം? കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കണം. കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കണം. കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചിട്ട് കിട്ടുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ജേർണൽ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. ഇനി ലോസ് ആണെങ്കിൽ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്ന് വരും. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ വരച്ചു. കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചിട്ട് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. ഇനി ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അത് പ്രോഫിറ്റ് ആണെങ്കിൽ കൺസൈൻമെന്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ് ലോസ് വരുമ്പോൾ ഉണ്ടാവുക. ലാസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിന് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റിക്കൊണ്ട് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ എൻട്രി വരിക ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ആയതുകൊണ്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസ് ആണ് അവിടെ കാണിക്കേണ്ടത്. എത്രയാണോ കോസ്റ്റ് പ്രൈസ് അതാണ് അവിടെ കാണിക്കേണ്ടത്. ഇൻവോയ്സ് വരുന്ന സമയത്ത് ഇവിടെ ഇൻവോയ്സ് പ്രൈസ് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കോസ്റ്റ് പ്രൈസ് ഫസ്റ്റത്തെ ജേർണൽ എൻട്രിയിലാണ് ഈ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻവോയ്സ് പ്രൈസിലാവുമ്പോൾ കുറച്ച് ജേർണൽ എൻട്രി കൂടി അധികമായിട്ട് വരും. അപ്പോൾ ജേർണൽ എൻട്രി മനസ്സിലായിരിക്കുന്നു. എന്താണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനർ ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്. മൂന്നാമത്തെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ അതാണ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. നാലാമത്തെ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് ആണ്. അത് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി ആണ്. അതേപോലെ കമ്മീഷന്റെ എൻട്രി എന്ത് തന്നെയാണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട് തന്നെയാണ്. ദെൻ സെയിൽസിന്റെ എൻട്രി എന്ന് പറയുന്നത് കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് ആണ്. ദെൻ ബാലൻസ് ഡ്യൂ ഫ്രം ദി കൺസൈനി ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ്. ദെൻ ലാസ്റ്റ് വൺ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അതിനെ എങ്ങോട്ട് മാറ്റും? ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റും. അപ്പോൾ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് ജേർണൽ എൻട്രി. ഇനി ഈ ജേർണൽ എൻട്രിയുടെ ബേസിൽ നമ്മൾ ഈ ജേർണൽ എൻട്രി നോക്കി നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കുവാണ്. കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനിയുടെ അക്കൗണ്ടും നമ്മൾ വരക്കും. ഈ ജേർണൽ എൻട്രി നമ്മൾ എഴുതും, അതിന്റെ ബേസിൽ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടും വരക്കും, കൺസൈനിയുടെ അക്കൗണ്ടും വരക്കും. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം.
ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് ആ ജേർണൽ എൻട്രീസിന്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്തായിരുന്നു? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റിന്റെ ജേർണൽ എൻട്രി. അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു. ഗുഡ്സ് അയക്കുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നുള്ളതായിരുന്നു ജേർണൽ എൻട്രി. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ല. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നാണുള്ളത്. ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ടു എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലും ബൈ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ കാണിക്കുക. ടു എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ബൈ ആണ് ഇവിടെ മുകളിലുള്ളത്. ബൈ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നാണ് ഉള്ളത്. അപ്പൊ ഈ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നുള്ളത് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് കാണിക്കണം. അതാണ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇതേ സമയം ഇതേ ജേർണൽ എൻട്രിക്ക് മറ്റൊരു അക്കൗണ്ടിൽ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്, ജസ്റ്റ് എക്സാമ്പിൾ വരക്കുന്നതാണ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഈ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കൺസൈൻമെന്റ് എന്ന് വരും. ഓക്കെ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ബൈ കൺസൈൻമെന്റ് വരും. ബൈ എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇതാണ് ഈ ഒരു രീതിയിലാണ് ജേർണൽ നമ്മൾ എന്താണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നുള്ളത് ടു എന്നുള്ളത് നേരെ ഡെബിറ്റ് സൈഡിലോട്ട് പോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് വരുന്ന സമയത്ത് ബൈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു. ബൈ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഒന്നാമത്തെ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് വന്നു. രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്തായിരുന്നു? എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനർ ആയിരുന്നു. എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് വരും. ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. അപ്പൊ ടു ക്യാഷ് ഓർ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി കൺസൈനർ. കൺസൈനറുടെ എക്സ്പെൻസ് ആണ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. ഇനി മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട് ആണ്. അതിലെവിടെയും കൺസൈൻമെന്റ് എന്നുള്ള ടേം വരുന്നില്ല. അതുകൊണ്ട് ഏത് അക്കൗണ്ടിൽ കാണിക്കണ്ട? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ കാണിക്കണ്ട. അതായത് അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി എന്നുള്ള ട്രാൻസാക്ഷനിൽ നമ്മൾ എൻട്രി എന്തായിരുന്നു? ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട് ആണ്. അത് കൺസൈനിയുടെ അക്കൗണ്ടിൽ വരും. പക്ഷെ അത് ഏത് അക്കൗണ്ടിൽ വരില്ല? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരില്ല. കാരണം അതിൽ കൺസൈൻമെന്റ് ഒന്നുമില്ല. നാലാമത്തെ എൻട്രി എന്ന് പറയുന്നത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. കൺസൈനിയുടെ എക്സ്പെൻസും ഉണ്ട്, കൺസൈനിയുടെ കമ്മീഷനും ഉണ്ട്. അപ്പൊ കൺസൈനിയുടെ എക്സ്പെൻസ് വരുന്ന സമയത്ത് ജേർണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനിയുടെ എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ടു കൺസൈനി എന്ന് വരും. ടു കൺസൈനി, അതായത് ഒന്ന് എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനിയും രണ്ടാമത്തത് ടു കൺസൈനി എന്ന് പറഞ്ഞ കമ്മീഷനും നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. അതായത് രണ്ടിന്റെയും സെയിം എൻട്രി ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി എന്നത് തന്നെയാണ് ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ രണ്ടും, ഒന്നാമത്തെ ടു കൺസൈനി എന്ന് പറഞ്ഞ എക്സ്പെൻസ് കാണിക്കുക, രണ്ടാമത്തെ ടു കൺസൈനി എന്ന് പറഞ്ഞ എന്ത് കാണിക്കുക? കമ്മീഷൻ കാണിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് സെയിൽസിന്റെ എൻട്രി ആണ്. സെയിൽസിന്റെ എൻട്രി എന്താണ്? കൺസൈനി അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്നാണ്. കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ്. കൺസൈനി അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ്. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു കൺസൈൻമെന്റ് എന്നാണല്ലോ. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ബൈ കൺസൈനീസ് അക്കൗണ്ട്.
കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്നാണ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കൺസൈനി എന്ന് വരും. കൺസൈനീഡ് അക്കൗണ്ടിൽ എന്ത് വരും? ടു കൺസൈൻമെന്റ് എന്ന് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസൈനീഡ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ടു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ വരും. കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ബൈ കൺസൈനി എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡ് വരും. ഇതാണ് സെയിൽസിന്റെ എൻട്രി. ഓക്കെ. പിന്നെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് ബാലൻസ് റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രിയിൽ എന്തില്ല? കൺസൈൻമെന്റ് എന്നുള്ള അക്കൗണ്ട് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ട. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത സമയത്ത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് മീൻസ് ഇത്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. ആലോചിക്കുക, കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് അല്ലേ? ക്രെഡിറ്റ് സെയിൽസ്, അതിപ്പോൾ സെയിൽസ് കൂടുതലാണെങ്കിൽ നമുക്ക് വരുമാനം കൂടുതലായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. അതായത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും കുറവ്, നമ്മുടെ എക്സ്പെൻസ് കുറവാണ്, സെയിൽസ് ആണ്, ഇൻകം ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എത്രയാണോ ആ കുറവുള്ള എമൗണ്ട് അത് നമ്മൾ കാണിക്കുക. അതായത് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഇതൊക്കെ കുറച്ച എമൗണ്ട് ആണ് ഇവിടെ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ബാലൻസിങ് എമൗണ്ടിനെ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. അതാണ് പ്രോഫിറ്റ്. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ കേസിലും കൂടുതലായിട്ട് വരുന്നത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് കാണിക്കാം. ഇനി ഇൻ കേസ് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ലോസ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ ഇതാണ് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇതിങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. പക്ഷെ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പമാണ്. അതായത് ജേർണൽ എൻട്രി നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. പിന്നെ അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളത് പഠിക്കുക. അത് സാധാരണ ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 2-3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം.